ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം നിരാശപ്പെടുത്തുകയാണ്. ഇത്തവണ ശക്തമായ താരനിരയോടെ എത്തിയ മുംബൈ വലിയ കിരീട പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യത്തെ 4 മത്സരങ്ങളിൽ നിന്നും ടീം തോറ്റിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും പ്രകടനം നിലവാരം കാട്ടുന്നില്ലെന്നാണ് വസ്തുത. അവസാന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനോട് 12 റൺസിനാണ് മുംബൈ തോറ്റത്. ആദ്യ ബാറ്റ് ചെയ്ത ലക്നൌ 8 വിക്കറ്റിന് 203 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസാണ് നേടാനായത്. മുംബൈയുടെ തോൽവിക്ക് പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. കൂടുതൽ വിമർശനം തിലക് വർമ്മയ്ക്കാണ് നേരിടേണ്ടി വന്നത്. ഇമ്പാക്ട് പ്ലെയറായി എത്തുകയും 23 പന്തിൽ 25 റൺസ് നേടുകയും ചെയ്ത തിലകന്റെ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് ആണ് മുംബൈയുടെ തോൽവിക്ക് കാരണമായതെന്ന് ഭൂരിപക്ഷം പേരും പറയുന്നത്. എന്നാൽ മുംബൈയുടെ തോൽവിക്ക് കാരണം നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ മണ്ടത്തരങ്ങളാണെന്നും പറയാം. ഹാർദിക് പാണ്ഡ്യ കാട്ടിയ വലിയ മണ്ടത്തരം തിലക് വർമ്മയെ ഇമ്പാക്ട് പ്ലെയറാക്കി 5ാം നമ്പറിൽ കളിപ്പിച്ചതാണ്. 3ാം നമ്പറിൽ മികവ് കാട്ടിയ താരത്തെ പരീക്ഷണത്തിനായി 5ാം നമ്പറിലേക്ക് മാറ്റി. ഇത് ലോക മണ്ടത്തരമായെന്നും നമുക്ക് പറയാം. ടോപ്പ് ഓവറിൽ കളിച്ചിരുന്ന തിലകനെ 4ാം നമ്പറിൽ നിന്നും താഴേക്ക് കൊണ്ടുപോയത് തിരിച്ചടിയായി. എന്നാൽ തിലകിനെ വേണ്ട വിധം ഉപയോഗിക്കാതിരുന്ന ഹാർദിക്കിന്റെ പിഴവാണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. രോഹിത് ശർമ്മയെ പരിക്കിനെ തുടർന്ന് കളിപ്പിച്ചില്ലെന്നാണ് ഹാർദിക് പറഞ്ഞത്. എന്നാൽ ആദ്യ 3 മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ രോഹിത്തിനെ ഒതുക്കിയതാണ് എന്നാണ് വ്യക്തം. രോഹിത്തിന്റെ അഭാവം മുംബൈയുടെ തോൽവിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. 5 വിക്കറ്റുമായി തിളങ്ങിയെങ്കിലും ബൗളർമാരെ ഉപയോഗിക്കുന്നതിൽ പിഴവ് സംഭവിച്ചു. ട്രെന്റ് ബോൾട്ട് 3 ഓവറിൽ 28 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് വീഴ്ത്തിയത്. ദീപക് ചഹാറിനെ 2 ഓവർ മാത്രമാണ് പരിഗണിച്ചത്. വിഘ്നേഷ് പുത്തൂരിനെ വേണ്ട വിധം ഉപയോഗിക്കാനും ഹാർദിക്കിനായില്ല. നായകൻ എന്ന നിലയിൽ ഹാർദിക്കിന് പല തീരുമാനങ്ങളും പ്രതീക്ഷിച്ച പോലെ ആയില്ല എന്നത് വസ്തുത കൂടിയാണ്.